ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. ഇന്നലത്തെ രാത്രി ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്ക്, കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്കൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയത്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ രാത്രിയാകുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ തലയിലൂടെ ഓടും. അതായത് മെമ്മറീസുകൾ കടന്നു വരിക, ഒരുപാട് മെമ്മറീസ് കാര്യങ്ങൾ ഇവരുടെ മൈൻഡിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു അവസ്ഥയാണെന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് തോന്നാറുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് നോക്കുന്നത്. അപ്പം അതിനകത്ത് ഇവർക്ക് ഒരുപാട് ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് വരും. പക്ഷെ ആ ഒരു സമയം അവർ സ്വയം ഒന്ന് കംഫേർട്ടായിരിക്കും, ബാലൻസ് ചെയ്ത് വെക്കും ആൻഡ് ഹീൽ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അതായത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരുമ്പോഴത്തേക്കും അവർ കോണ്ടാക്ട് ചെയ്യാതെ, അതായത് അത് ഒരു ആക്ഷനിൽ എടുക്കാതെ അതിനെ കംഫേർട്ടാക്കി വെക്കുക, അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് വെക്കുക. ടെൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ട്. മീൻസ് അവർക്ക് ഇമോഷണലി അവർ കണക്ട് ആവുന്നുണ്ട്. പിന്നെ ഇപ്പം നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കോണ്ടാക്ട്സ് കുറവായിരിക്കാം. അത് അവരെ സംബന്ധിച്ച് അവർക്ക് വേദന കൊടുക്കുന്നുണ്ട്. ഒരു പെയിൻഫുൾ എൻഡിങ് ആണത്. അതും ഒരു ടെമ്പററി ആണ്. ഓക്കെ, സിറ്റുവേഷൻ എന്തോ നിങ്ങളുടെ ഇടയിലുണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കും പെയിൻ ആണ്. അവർക്ക് അങ്ങനെ നിങ്ങൾ ചിലപ്പം കരുതുന്നുണ്ടാവും അവർ സുഖമായി കിടന്നുറങ്ങുന്നു എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, അവർക്കതൊരു പെയിനായി നമ്മളിങ്ങനെ ആലോചിച്ച് തന്നെ ഇരിക്കില്ലേ, ഒരു ഡൗൺ എനർജി, സങ്കടപ്പെട്ടിരിക്കുക, ആലോചന കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുക. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 5 ഓഫ് കപ്സിൻ്റെ എനർജി വരുമ്പം ഇവർ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കൊരു ഒറ്റപ്പെട്ട ഫീലാണ്. നിങ്ങൾ സ്നേഹം ബേക്കിൽ നിന്ന് തരുന്നുണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ അറിയാം, അത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. സംതിങ് സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുമായിരിക്കും. സോ അതുകൊണ്ടായിരിക്കാം ഇത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അവർ മൂവ് ഓൺ ചെയ്ത് തന്നെ മാറി നിൽക്കുകയാണ്. അതായത് സൈലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഒരുപാട് ഓർമ്മകളിൽ ഇവരിങ്ങനെ വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. കറണ്ട് സിറ്റുവേഷനകത്ത് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ്. അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ കോണ്ടാക്ട് കുറവ്, നിങ്ങളിലേക്ക് പേഴ്സൺ കറക്റ്റായി അടുത്തോട്ട് വരുന്നുണ്ടാവില്ലായിരിക്കും. ഓക്കെ, സെൽഫ് ഫോർഗീവ്നെസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾക്ക് മനസ്സിൽ മാപ്പ് പറയുന്നുണ്ട് കേട്ടോ. മനസ്സിൽ മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ കൊണ്ടാണ് അവർ വായടച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവർക്കിതിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നും അതുപോലെ തന്നെ അതിലൊരു റിസൾട്ട് കിട്ടണം എന്നും ഒരു ഹാർഡ് വർക്ക് എടുക്കണം, നിങ്ങളുടെ ആ പ്രസൻസ് കിട്ടാൻ വേണ്ടി ഹാർഡ് വർക്ക് എടുക്കണം എന്നുള്ള രീതിയിൽ ഇവർ ആലോചിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളായിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സൺ. അപ്പം നിങ്ങൾ ചിലപ്പം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം ഈ പേഴ്സണെ ഫിനാൻഷ്യലി ഓക്കെ ആകാനൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പേഴ്സണ് ഇപ്പം നിങ്ങളുടെ പ്രസൻസ് ആവശ്യമാണ്. ഓക്കെ, അതായത് അവരുടെ ചില കഷ്ടപ്പാടിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് അവരെ സ്റ്റേബിൾ ആക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രസൻസ് എഗെയിൻ അവർക്ക് വേണം എന്നുള്ള രീതിയിൽ അവർ ആലോചിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പം രാത്രി ഒരുപാട് ലേറ്റ് ആകും. അതായത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ നേരം ആ ഒരു തോട്ട്സ് ഇങ്ങനെ പോകുന്നത് പോലെ, മൂവ് ചെയ്ത് പോകുന്നത് പോലെ. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് സ്നേഹം തോന്നുക, പുതിയ സ്നേഹം, അതായത് ഇത്രയും നാളും ഇല്ലാത്ത ഒരു പ്രത്യേകതരം ഫീലിങ്സ് കാര്യങ്ങൾ ഉണ്ടാകുക.
നിങ്ങളെ ഡ്രീം ചെയ്യുക. ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഒരു സ്പിരിച്വാലിറ്റി കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ട് എന്നുള്ളത്, അതായത് ഒരു സോൾ കണക്ഷൻ ഉള്ളതുപോലെ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇവർക്ക് ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ്, അവരുടെ സോൾ ടു സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അഗെയിൻ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ അവർക്ക് തോന്നുന്നുണ്ട്. ഈ ഡ്രീം ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളൊരു മാരേജ് പേഴ്സൺ ആയിട്ടാണ് ഡ്രീം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ ഒരുപാട് സ്നേഹമുണ്ട്, അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്നേഹം ഈ പേഴ്സണ് ആ ഒരു സമയം നിങ്ങളടുത്ത് തോന്നാറുണ്ട്. അവരുടെ തോട്ട്സ് ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. നിങ്ങളെപ്പോലും അറിയിക്കാതെ ഒരുപാട് കാര്യങ്ങൾ ഇവർ സീക്രട്ട് ആയിട്ട് വെക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അവരുടെ ലൈഫിലെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെടുത്ത് ഇപ്പം നമ്മളിവിടെ അവർക്ക് അൺകണ്ടീഷണൽ ലവ് ഉണ്ടെന്ന് പറഞ്ഞു, അവർക്ക് ഒരുപാട് ഫീലിങ്സ് നിങ്ങളെടുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ ഇതിനെ ഹൈഡ് ചെയ്യാണ്, ഇതിനെ പുറത്തോട്ടൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, അവരുടെ ഉള്ളിൽ തന്നെ വെക്കുകയാണ്. ആൻഡ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ് ആണ്. സോ അതുകൊണ്ടാണെന്നുള്ളത് എഗെയിൻ കൺഫർമേഷൻ വന്നിട്ടുണ്ട് അവരുടെ ആ സൈലൻസിന് കാരണം. ഓക്കെ, ഇതൊരു ഹിഡൻ ആയിട്ട് കിടക്കട്ടെ, ഇതൊരു സീക്രട്ട് ആയിട്ട് കിടക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവർക്ക് ഒരുപാട് സ്നേഹം നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം നല്ലൊരു ജീവിതം സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇവരിൽ നിന്നും മാറി നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല എന്ന് ഈ പേഴ്സൺ അറിയാമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പം നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കും അവർ അത്രയും അങ്ങോട്ട് ഓപ്പൺ ആവാത്തത്. അങ്ങനെയുള്ളവരുടെ കാര്യമാണ്. 5 ഓഫ് പെനക്കിൾസിന് എനർജി വന്നിട്ടുണ്ട്. ഇത് ലോസിന്റെ ഒരു കാർഡാണ്. ഇവർക്ക് ഭയങ്കരമായിട്ടൊരു നഷ്ടബോധം തോന്നുകയാണ്, കൈവിട്ടു പോയി എന്നുള്ളൊരു തോന്നല്, ഭയങ്കരമായിട്ടൊരു മിസ് ചെയ്യുക, ലോസ് ആണ് ഫീൽ ചെയ്യുന്നത്. അവരുടെ ലൈഫിൽ നിന്നും അവർക്കത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി. അവരുടെ മൈൻഡ് സെറ്റിനെ അവർക്ക് ഒരു നൈറ്റ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്താ പറയുക, ഒരു സമാധാനമില്ലായ്മയാണ് ആലോചനകൾ വരുമ്പം. ജസ്റ്റിസിന്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നാലോ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു ഈക്വാലിറ്റി ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ലായിരിക്കും. ഈവൻ നിങ്ങളായിരിക്കാം ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുക, ആ പേഴ്സണും ഇട്ടിട്ടുണ്ടാകാം, നിങ്ങൾക്കത് അവർ ചെറിയ തോതിലൊക്കെ ആയിരിക്കാം ഇട്ടിട്ടുണ്ടാവുക. പക്ഷെ എപ്പോഴും ഈ റിലേഷൻഷിപ്പിനെ ഒരു സ്മൂത്ത് ഗോയിങ്ങിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ ഭാഗത്ത് നിന്നായിരിക്കും. സോ ആ ഒരു കാര്യം, ആ ഒരു അവയർനെസ് ഇപ്പോൾ ഈ പേഴ്സൺ ഉണ്ട്. സോ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കാം, എന്താണ് ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി കൊടുക്കാം. നിങ്ങൾ അതിനെ വിശ്വസിക്കും, നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു തോട്ട് ഈ പേഴ്സൺ ഉണ്ട്. സോ ഒന്ന് ഓപ്പൺ ആയിട്ട് നിങ്ങളടുത്ത് സംസാരിച്ച് നോക്കാം, ഒരു ഈക്വാലിറ്റി കിട്ടുമായിരിക്കും എന്ന് കരുതിയിട്ട്. അതായത് സിറ്റുവേഷൻ കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള സെപ്പറേഷനും കാര്യങ്ങളും വരുന്നത്. അപ്പൊ ആ സിറ്റുവേഷൻ എല്ലാം ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് നിന്നും ഒരു ഈക്വൽ ആയിട്ടൊരു റിപ്ലൈ, അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടൊരു തീരുമാനം എടുക്കാലോ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ജസ്റ്റിസ് ആണത്. ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. എഗെയിൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺട്രോളിങ് കാണിക്കുന്നുണ്ട് ഇവിടെ. അതായത് ഒരു ബ്ലാക്ക് മാജിക് എനർജി ഓർ ഭയങ്കരമായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ചിലപ്പോൾ എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, എനിവേ എന്താണെങ്കിലും ഇവിടെ ഈ പേഴ്സണ് കോൺഫിഡൻറ്റ് നഷ്ടമാവുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അതായത് ഇവർക്ക് എത്ര ഡിസിഷൻ എടുക്കാൻ ഒരു കോൺഫിഡൻറ്റ് വരുന്ന സമയത്തും പെട്ടെന്ന് ഈ ഒരു കൺട്രോളിങ്, മേ ബി അത് ബ്ലാക്ക് മാജിക് എനർജി ആയിരിക്കാം, ഈ കൺട്രോളിങ് ഇങ്ങനെ കുടുങ്ങി നിൽക്കുമ്പം അവരുടെ കോൺഫിഡൻറ്റ് നഷ്ടമായി പോവാണ്, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ വരാണ്. ആ സമയത്ത് അവർ ആക്ഷൻ എടുക്കില്ല. ഓക്കെ, അവരെന്താണ് ആക്ഷൻ എടുക്കാത്തത് എന്നുള്ള ക്വസ്റ്റിനുള്ള ആൻസറാണിത്. അപ്പം അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ എന്നുള്ള രീതിയിലൊരു തീരുമാനത്തിലേക്ക് പോകും. എനിക്ക് 3 ഓഫ് കപ്സിൻ്റെ എനർജി റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഇവർക്ക് നിങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ നിങ്ങളുടെ പഴയ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവരുടെ കൂടെ ഡേറ്റിംഗ് നടത്തിയത് അല്ലെങ്കിൽ അവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ട്രാവലിംഗ് കാര്യങ്ങൾ, മീറ്റപ്പ്, അങ്ങനെയൊക്കെയുള്ളത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം അവർക്ക് എലോൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ ഒരു സമയമെല്ലാം അവർ ഒറ്റപ്പെട്ടൊരവസ്ഥ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്, അവർക്കുള്ള ഹാപ്പിനെസ് എല്ലാം തന്നെ ഐസൊലേറ്റഡ് ആയി പോവുക. അതായത് ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എനർജി ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നോക്കിയത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിരുന്നു. അപ്പോൾ ഈ ലേറ്റ് നൈറ്റ് തോട്ട്സിനകത്ത് അവർക്ക് രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അവരുടെ എനർജി ലോസ് ആണ്. കാരണം അവർക്ക് ചുറ്റിനും വർക്ക് ചെയ്യാനൊന്നുമില്ല, അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ, അതായത് ഇത് മറക്കാനുള്ള ഒരു സ്പേസ് അവർ ബിസി ആവുന്നില്ല. സോ ആ ഒരു സമയത്തെല്ലാം നിങ്ങളുടെ കാര്യത്തിൽ അവർ എൻഗേജ്ഡ് ആവുകയാണ്. അതായത് നിങ്ങളുമായുള്ള തോട്ട്സിലെ മൊമെന്റ്സിനെല്ലാം, നിങ്ങളുമായുള്ള മൊമെന്റ്സിലെ ഓരോ തോട്ട്സ്, ഓരോ ചിന്തകളും കാര്യങ്ങളെല്ലാം തന്നെ
ഇവരിങ്ങനെ ആലോചിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഒരാൾ ഗോസിപ്പ് ഉണ്ടാക്കിയതായിരിക്കാം എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും ഇത് റിയൽ പ്രശ്നം എന്താണെന്ന് അറിയാത്ത ആളുകളുമുണ്ട്. നിങ്ങളുടെ ഇടയിൽ പ്രോപ്പറായിട്ട് പോകേണ്ട ഒരു സ്ഥലത്ത് തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിയായിരുന്നു, ആ സമയത്ത് പോലും ഉണ്ടാവാത്ത പ്രശ്നം ഇപ്പം ഉണ്ടാവാനുള്ള റീസൺ ഗോസിപ്പൊക്കെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അറിയുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഗോസിപ്പ് പറഞ്ഞ് പരത്തിയിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പിൽ കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുള്ള ആളുകളുടെ എനർജി ഉണ്ട്. സോ അത് ആ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്, അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ആരായിരിക്കാം എന്തായിരിക്കാം എന്നൊക്കെ ഉള്ളത്. കിങ് ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇത് ചാലഞ്ചുകൾ നേരിടാൻ ഈ പേഴ്സൺ തയ്യാറാണ്, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. എന്തും വന്നോട്ടെ ഞാൻ ഈ ചാലഞ്ചുകൾ നേരിടാൻ തയ്യാറാണ്. പക്ഷേ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും, അതാണ് ഞാൻ പറഞ്ഞത്, മേ ബി ഇത് ബ്ലാക്ക് മാജിക് എനർജി ആയിരിക്കാം, നിങ്ങളെ പേഴ്സണെ കുടുക്കി വെച്ചിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ആയിരിക്കാം. ഓക്കെ, അത്രയും വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. അപ്പൊ അത് വരുമ്പോഴത്തേക്കും, അവരുടെ കൺട്രോളിങ് വരുമ്പോഴത്തേക്കും ഇവർക്ക് ഈ ചാലഞ്ച് ഏറ്റെടുക്കാനുള്ള ആ ആലോചന മാത്രമല്ലാണ്ട് ആ കോൺഫിഡൻറ്റ് നഷ്ടമായി പോകും. ഓക്കെ, അപ്പൊ ഇവരെന്താക്കും, കരിയറിലേക്ക് ഫോക്കസ്ഡ് ആവും, അവരുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണോ അതിലേക്ക് ഫോക്കസ്ഡ് ആവും. കാരണം ഇവർക്കും ഇത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നിങ്ങളുമായുള്ള ഒരു റിലേഷൻഷിപ്പ്. ഈവൻ അവരാണ് ബ്രേക്കപ്പ് ചെയ്തതെങ്കിലും ഇവർക്ക് ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്നില്ല. അവർക്ക് അത്രത്തോളം ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്, ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ഇവർ ഈ തോട്ട്സിൽ നിന്ന് പോലും ഒന്ന് ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. സ്റ്റക്ക് എനർജിയാണ് അവിടെ അവരിങ്ങനെ ബ്ലോക്കായി പോവാണ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ. സാക്രിഫൈസ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ അതിന് സാധിക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഹീലിംഗ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ ഈ തോട്ട്സിനകത്തും കാര്യങ്ങളിലെല്ലാം ഡീപ്പായിട്ട് തന്നെ നിങ്ങളോട് ഇവർ കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾക്കും ഇതേ ടൈം ആകുമ്പോൾ, ഒരു രാത്രി സമയം, ഒരു ഈവനിങ് കഴിഞ്ഞ് അങ്ങോട്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഇതേ എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടാകും. അതായത് എനർജി ടു എനർജി കണക്ട് ആവുന്നുണ്ടാകും. അപ്പം ഈ പേഴ്സൺ അത് ആക്ഷനിലേക്ക് വരുന്നില്ല. ഈ പേഴ്സൺ ആണ് ആക്ഷൻ എടുക്കാത്തതെങ്കിൽ ഇവർക്ക് വേണ്ടത് ഹീലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഹീലിങ്ങിലൂടെ മാത്രമേ ഇവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഹീലിംഗ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഹീലിംഗ് ചെയ്യാൻ പറ്റും, സെൽഫ് ഫോർഗീവ്നെസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങൾ ചെയ്യാം. മീൻസ് ഈ പേഴ്സൺ അട്രാക്റ്റ് ആവട്ടെ എന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓൾറെഡി ആ പേഴ്സൺ അട്രാക്റ്റഡ് ആണ്. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു ആക്ഷൻ വരത്തില്ല. ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങളിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി എന്നൊക്കെയുള്ള അഫർമേഷൻസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള മാനിഫെസ്റ്റേഷനും കാര്യങ്ങളും ചെയ്യുക, ഓപ്പണോ ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് എടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്കുള്ള സോഡിയക് സൈനും കൂടി നോക്കാം. സോഡിയക് സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള മാസം നാളുകളൊക്കെയാണ് കേട്ടോ. സ്കോർപ്പിയോ വന്നിട്ടുണ്ട്, ജെമിനി വന്നിട്ടുണ്ട്, സാജിറ്റേറിയസ്, ലിബ്ര, ടോറസ്, സാജിറ്റേറിയസ് അഗെയിൻ വന്നിട്ടുണ്ട്, സ്കോർപ്പിയോ അഗെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഓർ സബ് ചെയ്യുക. ഈ വീഡിയോ റെസിനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ഓർ കമൻറ്റ് ചെയ്യാം കേട്ടോ.